ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാം. അതിനെ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള കോളിഫ്ലവർ എടുത്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി അത് ഇതളുകളാക്കി വെച്ച് അതിന് ശേഷം അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വെന്ത് പോവരുത്. അതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് അത് നമുക്ക് വാരാൻ വയ്ക്കാം. അതിന് ശേഷം അതിലേക്കൊരു കോട്ടിങ് തയ്യാറാക്കാനായിട്ട് 3 സ്പൂണ് കോൺഫ്ലവർ, അതുപോലെ 2 സ്പൂൺ അരിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതേപോലെ തന്നെ ഏലക്കപ്പൊടി പൊടിച്ചത്, ആ പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചത്, അതും ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വേപ്പില, ആവശ്യത്തിന് കുറച്ച് അതൊന്ന് കുട്ടികൾക്ക് കൊടുക്കണ കാരണം അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതിൻ്റെ ഫ്ലേവർ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായി മിക്സാക്കിയിട്ട് നമ്മളെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മിക്സർ നന്നായി ചാലിച്ചിട്ട് നന്നായി വെള്ളമായി പോവരുത്, കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് ആ മിശ്രിതം ഒന്നാക്കിയിട്ട് ഈ കോളിഫ്ലവർ അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി അത് നമുക്ക് ഫ്രൈ 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് ഫ്രൈ ചെയ്യാം. അത് ഫ്രിഡ്ജിൽ കയറ്റിയൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് 1/2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുകയും ഏറ്റവും ബെറ്റർ, കുട്ടികൾക്കൊക്കെ കൊടുക്കണമല്ലേ. അപ്പോൾ നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമ്മുടെ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി വെളിച്ചെണ്ണ ചൂടായിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.